അപ്പോൾ ഗൈസ് നമ്മളെ മലക്കപ്പാറ ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ വഴിയരികിൽ കുറച്ച് ആനക്കൂട്ടത്തിനെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും അത് ഒരു കൗതുകമായി തോന്നി. അവിടെ ആനേനെ കാണണമെന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ കൂടി എല്ലാവരും അവിടെ പോയി. ഒരു പിടിയാനയും അതുപോലെ തന്നെ ഒരു കൊമ്പനാനയും ഉണ്ടായി. പിന്നെ 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ കാണാൻ നല്ല രസമുണ്ട്. കുട്ടിത്തം ഉള്ള ഒരു 2 കുഞ്ഞാനകൾ. ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും റോഡ് സൈഡിൽ ഒരു ആനക്കുട്ടീനെ കണ്ടു. മൂപ്പര് ഞങ്ങൾ ഒച്ചമ്പളം കേട്ടപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. പക്ഷെ ഒന്നും ചെയ്തൊന്നുമില്ല. ദേഷ്യം കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവിടെയുള്ള കാട്ടിലെ ഇതൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ച് ഇടാൻ നോക്കി. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ആനേനൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ നിന്ന് നിർത്തി. വലിയൊരു മലനിര കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ എല്ലാവർക്കും അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ കൂടി അവിടെ കുറച്ച് നേരം നമ്മളെ KSRTC ചേട്ടൻ അവിടെ വണ്ടി സൈഡാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ വാൽവ് ഹൗസ്, അതായത് ഷോളയാർ ഡാമിൽ നിന്നുള്ള വെള്ളം വരുന്ന ഒരു സ്ഥലമാണത്. അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല രസമുണ്ട് കേട്ടോ. ആ വെള്ളത്തിൻ്റെ ആ പൈപ്പ് ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് സൂം ചെയ്ത് നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ സെൻറ്ററിലെ മലനിരകൾ. പിന്നെ ഇത് നമ്മൊരു പോണ വഴിക്ക് ഷോളയാർ ഡാമിൽ നിന്ന് വെള്ളം വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഷോളയാർ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുമ്പോൾ അത് ഈ നദി കൂടെയാണ് പോകണമെന്നാണ് നമ്മളെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് നേരം നിർത്തി. ഒക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാട്ടാ. നല്ല പച്ചപ്പ് നിറഞ്ഞ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. സംഭവം തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തുള്ളവർക്കൊക്കെ ഇത് ഒരു പുത്തരിയല്ല. പക്ഷെ എന്നാലും ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ചെറുപ്പത്തിലേ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു നമ്മുടെ മെയിൻ സ്ഥലം മലക്കപ്പാറയിലേക്ക്. അപ്പോൾ കൊടുങ്കാടിനുള്ളിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും വന്യജീവികൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണിത്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. മലക്കപ്പാറയിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പച്ചപ്പരവതാനി വിരിച്ച പോലെയുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്കതിനെ തോന്നിയത്. കടമട്ടം എന്ന ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടായി. അതിൻ്റെ ഇവിടെ എന്തോ റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളൊക്കെ വളരെ സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്, എഡ്ജ് ശരിയാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ എല്ലാവരും നല്ല വൈബടിച്ച് തേയിലത്തോട്ടമൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൗതുകമായി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ തമിഴ്നാടിൻ്റെ ഒരു ബോർഡർ കടക്കാറായിട്ടുണ്ട്. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു ഹോട്ടല് നമ്മളെ KSRTCയിലെ ചേട്ടന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം നേരെ അങ്ങോട്ടാണ് പോണത്. അവിടെ നിന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ വണ്ടി നിർത്തി സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ഷീറ്റ് അടിച്ച ചെറിയൊരു ഹോട്ടലാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നല്ല തിരക്കാണ് കേട്ടോ. വേറൊരു KSRTC വണ്ടി വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ കയറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട്
എല്ലാവരോടും വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത്രയും സമയം കൊണ്ട് അവിടെ ഉള്ളവർ കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടൈം അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടേക്കാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു തമിഴ്നാട് എന്ന്. അപ്പോൾ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തി. എൻ്റെ ബോർഡ് കാണുന്നുണ്ടാവും. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തേക്കണ്ട. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു സമയം 3 മണിയാവാറായി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല ആരും. അപ്പോൾ ഇതാണ് നമുക്ക് ഫുഡ് കഴിക്കേണ്ട ഹോട്ടല്. നല്ല തിരക്ക് പിടിച്ച ഏരിയയാണ് ഗൈസ്. അവിടെ ഭയങ്കര തിരക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വേറൊരു ഹോട്ടലിലേക്ക് വന്നേക്കാണ്. ഞങ്ങൾ 2 പേര് മാത്രം. ഗൈസ് അപ്പോൾ തേയിലത്തോട്ടം കയറാൻ പോവാണ്. ഇത്ര കയറി വന്നിട്ടാ. അതാണ് അടിവാരത്ത് നിന്ന് ഇത്ര കയറി വന്നു. ഇനി ബാക്കി ഭാഗം കയറാണ്ട്. അപ്പോൾ കയറാൻ നോക്കി നോക്കാം. ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥ ആയ കാരണം കയറാൻ പറ്റിയില്ല. എല്ലാം തന്നെ പറ്റില്ല എനിക്ക്. നല്ല ചൂടൊക്കെ ആണെങ്കിൽ പറ്റിയില്ല. അപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആടാ കൂട്ടുകാരൻ മേലെ ഉണ്ട്. ഇത്ര അയച്ച കേസ് ഇത്ര കയറി. നമ്മളെ റോഡ് ഇത് അവിടെ നിന്ന്. ഇവിടെ ഗംഭീര ഒരു പാറുണ്ട്. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴിക്കും. അതുകൊണ്ട് അപ്പുറത്തെ പാറയിൽ കൂടെ പോവാം. അല്ല, അപ്പുറത്തെ വഴി കൂടെ പോവാം. ഗൈസ് ഏറ്റവും ടോപ്പിലെത്തി. ഇനി വേറെ ഉണ്ട്. ഇനി അപ്പുറത്തേക്കൊക്കെ കിടക്കാനുണ്ട്. പക്ഷേ ഇങ്ങോട്ടൊന്നും പോകണില്ല. അയ്യവാ ഇവിടെ അടിപൊളി. ഫുള്ള് തേയിലത്തോട്ടാണ്. ഞാൻ ഇവിടുത്തെ വ്യൂ ഇതായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് അടുത്ത ഭാഗത്തായിട്ട് കാണിക്കുന്നതായിരിക്കും.